സുഹൃത്തുക്കളെ, ഞാൻ നവ്യ. അപ്പം നമ്മൾ ഇന്ന് അവിടെ പോകുന്നത് നമ്മളൊരു 2 days മുംബൈ ട്രിപ്പിനാണ് പോകുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 2 days നമുക്ക് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക മുംബൈയിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും ഞാൻ തരാം. ഓക്കെ, ആർക്കെല്ലാം മുംബൈയിലേക്ക് വരണ്ടേ അഫോർഡബിൾ ആയിട്ട് ദേ ക്യാൻ കം ഹിയർ. ഓക്കെ, ട്രെയിൻ യാത്രയിൽ. അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പൂനെ ജംഗ്ഷനിലേക്ക് പോയി. പൂനെ ജംഗ്ഷനിൽ അവിടുന്ന് ട്രെയിനിന് പിടിച്ചു. ട്രെയിൻ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്, 90 rupees ടിക്കറ്റ്. അപ്പോൾ എപ്പോഴും ട്രെയിൻ ഉണ്ടാവും. നമ്മൾ ഇക്സിഗോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് പോയിട്ട് നോക്കിയാൽ സമയത്തിന് നമുക്ക് ട്രെയിൻ കിട്ടും. ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണിലേക്കാണ് പോയത്. കല്യാണിൽ നമ്മളെ മോളി ആൻറ്റീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, മായ ആൻറ്റി എന്ന് പറഞ്ഞിട്ട്. ആ ആൻറ്റിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയത്. കണ്ട എവിടെയാണ് ആൻറ്റീൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഫൈനലി അവിടുന്ന് 90 rupees ടിക്കറ്റ് നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ പൂനെ ജംഗ്ഷനിൽ രാവിലെ 6 മണിക്ക് ട്രെയിന്. അതിൻ്റെ അകത്ത് നമ്മൾ പോയി. നമ്മൾ കല്യാണിലൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങി. 10 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ആൻറ്റിൻ്റെ വീട്ടിൽ 10 ആൻറ്റിൻ്റെ വീട്ടിലെത്തി. ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റിലാക്കിനേനു. ബ്രേക്ക്ഫാസ്റ്റിന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. നല്ല നൂൽപുട്ടും മുട്ടക്കറിയെല്ലാം ആക്കി വെച്ചിനേനു. അതിനുശേഷം പിന്നെ ഉച്ചക്ക് നമ്മൾ ഒരു 2 hours ശേഷം നമ്മൾ ഉച്ചക്ക് ഫുഡും കഴിച്ചു. ചോറ്, മോരുകറി, പപ്പടം, പയറ് വറവ്, പിന്നെ ബീഫ് ഉലത്തിയത്, ചമ്മന്തി എല്ലാം ഉണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എല്ലാവരും കൂടി കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചുമ്പോൾ റെസ്റ്റ് എടുത്തു. രാവിലെ ഇറങ്ങിയതല്ലേ, കുറച്ചുമ്പോൾ റെസ്റ്റ് എടുത്തിട്ടാകുമ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഒരു 2:30, 3 o'clock ആകുമ്പോൾ ഇറങ്ങി തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ മായൻ്റെ വീട്ടിൽ മായൻ്റെ മോനുമാണ് നിൽക്കുന്നത്. ഓക്കെ, കല്യാണിലാണ് അവരുടെ വീട്. അപ്പോൾ നമ്മൾ ഫൈനലി കല്യാണിൽ എത്തിയിട്ട് അവിടെ നമ്മൾ വിടുന്ന് പറഞ്ഞില്ലേ, വിട്ടിട്ട് നമ്മൾ അവിടത്തേക്കാണ് പോയത് വിത്തൽവാടി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനിലേക്ക്. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ലോക്കൽ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലോക്കൽ സ്റ്റേഷനിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്. 80 rupees കൊടുത്താൽ നമുക്ക് ഫുള്ള് പോവാൻ വരുമോ എല്ലാം ചെയ്യാം. ടിക്കറ്റ് കൊണ്ടിട്ട് പിന്നെ വാപ്പസ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് പെർ ഹെഡ് 80 rupees ടിക്കറ്റ് നമ്മൾ ലോക്കൽ ട്രെയിൻ സ്റ്റേഷനിൽ എടുത്തു. കണ്ട വിട്ടൽവാടി നമ്മൾ ഏതെങ്കിലും ഒരു ട്രെയിൻ നമുക്ക് കയറാം. അങ്ങോട്ടേക്ക് പോകുന്ന ഏത് വഴിക്ക് പോകുന്ന നമുക്ക് ട്രെയിനിന് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ CST ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിലേക്കാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ്. എന്നിട്ട് അത് മുംബൈൻ്റെ. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫൈനലി ട്രെയിനിൽ കയറി. വിത്തൽവാടിയിൽ നിന്ന് കണ്ട ട്രെയിൻ വരുന്നുണ്ട്. ഇതാണ് വിത്തൽവാടീൻ്റെ സ്റ്റേഷൻ. നമ്മളവിടെ നിന്ന് CSTയിലേക്ക് പോയി. CSTയിലാണ് മെയിനായിട്ട് കാണാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് ഫുൾ ട്രിപ്പിൽ എനിക്ക് മനസ്സിലാക്കിയത് 1 day ട്രിപ്പിന് അടിപൊളിയാണ്. അല്ലെങ്കിൽ പിന്നെ 2-3 ദിവസം നല്ല സമയം എടുത്തിട്ട് വേണമെങ്കിൽ വരണം കേട്ടില്ല. അല്ലെങ്കിൽ 1 day ട്രിപ്പിന് അടിപൊളിയാണ് കേട്ടോ. പിന്നെ വീക്കെൻഡ്സിന് സമയത്ത് ഇവിടെ വരാൻ പാടില്ല. വീക്കെൻഡ് സമയത്ത് എല്ലാവരും എല്ലാം പൂട്ടിയിട്ടാണ് ഉണ്ടാവുക. പിന്നെ മൺഡേയും വരാൻ പാടില്ല, സൺഡേയും മൺഡേയും വരാൻ പാടില്ല. ബാക്കിയുള്ള ദിവസം വരാം. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ഫൈനലി എത്തി. CST എത്തി. നല്ല വലിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ അതിൻ്റെ കാണാനെല്ലാം നല്ല പഴയ എന്താ പറയുക, നല്ല ബ്രിട്ടീഷുകാരിലുണ്ടാക്കിയ വലിയ കൊട്ടാരമാ. നമ്മൾ എന്തെല്ലാം കാണൂലേ, എന്താ പറയുക, നന്ന് ഹാരി പോട്ടറെല്ലാം കാണൂലേ, അതേമാതിരി വലിയ ടെർമിനലായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വലിയ ഡോറും വലിയ ഫാനും എല്ലാം ആയിട്ട്. ഫാനുണ്ടോ, വലിയ ഫാനും എല്ലാം ആയിട്ട്. ഫൈനലി എല്ലാവരും അവിടെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ ഫസ്റ്റ് പോയി ഇറങ്ങുക നമ്മൾ. ഇപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പ്രീ ബുക്ക് ചെയ്തിട്ട് നമ്മൾ CST പോവുക. ഡയറക്റ്റ് പോകണമെങ്കിൽ ഡയറക്റ്റ്. ഇപ്പോൾ 1 day ട്രിപ്പാണെങ്കിൽ ഡയറക്റ്റ് CST പോവുക. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ അവിടുന്ന് CSTന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കും. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഏതോ ഒരു ചെക്കൻ വന്നിട്ട് ഹായ് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഞാൻ പറയുന്നത് വെച്ചാൽ CSTൻ്റെ തൊട്ട് 100 meter ഡിസ്റ്റൻസിൽ അമാൻ വടാപാവ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വടാപാവിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ്, അങ്ങനെ എന്തൊരു സംഭവമുണ്ട്. അവിടെ വേൾഡ് ഫേമസ്, മഹാരാഷ്ട്രൻ്റെ വെരി 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 ഫേമസ് വടാപാവ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ തിരക്കൊഴിഞ്ഞ ദിവസവും ഇല്ല. എപ്പോൾ നോക്കിയാലും തിരക്ക്. വലിയ
വലിയ വലിയ ക്യൂ ഉണ്ടാവുക. പക്ഷേ നമുക്ക് അന്ന് പോകാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ സൺഡേ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, സൺഡേ അത് ബന്ധാണ്, സൺഡേ അത് പൊട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സ് ഒഴിവാക്കിയിട്ട് പിന്നെ മൺഡേ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ദിവസവും വരിക. ബാക്കി എല്ലാ ദിവസവും ഭയങ്കര തിരക്കായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. വണ്ടി നമ്മൾ പേഴ്സണലായിട്ട് വണ്ടി എടുക്കുന്നത് നഷ്ടമാണ്. ബിക്കോസ് 3 to 4 hours നമ്മൾ ട്രാഫിക്കിൽ നിൽക്കേണ്ടി വരും. സോ ഇങ്ങനെ നമ്മൾ നടന്നിട്ടും ബസ്സിലും ട്രെയിനിലും പോകുമ്പോൾ അതിൻ്റെ ഒരു വേർത്തിന് ഒരു രസം വേർത്തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ ഫൈനലി അവിടെ നിന്ന് നല്ല ഫോട്ടോസും വീഡിയോസും എടുത്ത് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ടേക്ക് പോയാൽ അവിടെ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് ബസ് ഉണ്ടാവും. ബാക്ക് ടു ബാക്ക് ഉണ്ടാവും. നല്ല അടിപൊളി AC ബസ്സാണ്. 25 rupees പെർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചാർജിങ് ആണ്. ഡബിൾ ഡെക്കർ ഉണ്ട്, നോർമൽ ബസ്സുണ്ട്, എല്ലാം സൂപ്പർ AC ബസ്സാണ്. ചെറിയ ചാർജേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ നിന്ന് CSTന്ന് കുറച്ച് മുമ്പോട്ടേക്ക് നടന്നാൽ അവിടെ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിന്ന് കാണും ബസ്സിൻ്റെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ചിട്ട് 25 rupees ഡിസ്റ്റൻസിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നമുക്കവിടെ പോവാം. പോകുന്ന വഴിക്കെല്ലാം ഞാൻ വീഡിയോ എടുത്ത്. അപ്പം നമുക്ക് ഓൾറെഡി മുംബൈ ദർശൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പാക്കേജ് വെച്ചിട്ടുണ്ടാവും. പെർ ഹെഡ് 175 rupees ഇങ്ങനെ എല്ലാ സ്ഥലം കാണിക്കാമെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ അതെടുക്കണ്ട. ബിക്കോസ് നമുക്കത് ഫുൾ എൻജോയ് ചെയ്ത് കാണാൻ കഴിയില്ല. പോയോ പോയി, ഇല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാവും. നമുക്ക് എൻജോയ് ചെയ്യാനോ ഇറങ്ങാനോ ഫുള്ള് കുറേ ഫോട്ടോ എടുക്കാനോ ഒന്നും ആവില്ല. അപ്പോൾ അവിടെ പോയി ഒരു 10 minute സമയം തരും. അപ്പോഴത്തേക്കെല്ലാം കണ്ടിട്ട് വന്നിട്ട് തിരിച്ച് ബസ് കയറുക. അപ്പോൾ അതെടുക്കരുത്. കാരണം അഥവാ നിങ്ങൾ ബസ് കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളിട്ടിട്ട് അവർ പോവും. അതാണ് അവസ്ഥ ഉണ്ടാവുക. അപ്പം നമ്മൾ ഫൈനലി അവിടെ എത്തി. കുറേ തിരക്കുണ്ടായിനി, ഭയങ്കര തിരക്കായിരുന്നു. താജ് ഹോട്ടൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഫുള്ള് ബന്ദ് ചെയ്തിട്ടുണ്ടായി. എൻ്റെ സൈഡിലെല്ലാം ഫുള്ള് ബന്ദ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് കൂടെ പോയി. കുറേ ആൾക്കാരുണ്ട് തന്നെ, സെക്യൂരിറ്റി ആയാലും തോക്ക് പിടിച്ചിട്ടായാലും കുറേ ആൾക്കാരിനെ കണ്ട് ആ തിരക്ക് നോക്കിയിട്ട് ഭയങ്കര തിരക്കില്ല. ഇത് കുറവാണെന്ന് പറയുന്നത് നിൽക്കാം. നല്ല തിരക്കുണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ ഫൈനലി ഉള്ളിൽ കയറിയിട്ടും ഭയങ്കര തിരക്ക്. അപ്പോൾ അവർ വന്നിനി നമ്മളെടുക്കുക, ഫോട്ടോ വേണോ, ഫോട്ടോ എടുത്തിരണോ. അപ്പോൾ പെർ ഫോട്ടോ 50 rupees. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട. എടുത്താൽ നിങ്ങൾക്ക് മെമ്മറി ആയിട്ട് നിൽക്കും. ഫോണിൽ എപ്പോഴാണ് പോകുന്നത് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ എടുക്കണം എന്നല്ല വിചാരിച്ചിനി, പിന്നെ വിചാരിച്ചു വേണ്ട. കാരണം ഞാൻ ചെറുപ്പത്തൊരിക്കൽ പോയിട്ടുണ്ട്. ആ സമയത്തുള്ള ഫോട്ടോ എപ്പോഴും അനെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ ഇത്. ഞാനെടുക്കുക പിന്നെ ഫോണെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാ താജ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ നമ്മളെ ബോട്ടിൻ്റെ യാത്രയിലുണ്ട് കേട്ടോ, ബോട്ട് കയറുകയും ചെയ്യാം. പക്ഷേ നമ്മളെല്ലാം കുറേ ബോട്ടിൽ യാത്ര ചെയ്തതാണ്. അതുകൊണ്ട് ബോട്ടിൽ യാത്ര ചെയ്യാൻ അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് പോയിട്ട് അവിടെ നിന്ന് ഏതാ ബസ് വിടുകയാണെന്ന് 112 എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടാവും. അവിടുന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പുറത്തിറങ്ങിയാൽ അവിടെ കുറേ ബോട്ട് യാത്രകളുണ്ട്. ഭയങ്കര തിരക്കുണ്ടായിനി, ഭയങ്കര ക്യൂ ഉണ്ടായിട്ടാ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോയി. അപ്പോൾ അതിന് മുമ്പ് തന്നെ നല്ല കടലെല്ലാം ഉണ്ട്. അവിടെ എല്ലാം വേണമെങ്കിൽ പോവുക, കാണുകയെല്ലാം ചെയ്യുക. നമ്മളതൊന്നും പോയിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് വേഗം സൺസെറ്റ് ആവുന്നതിൻ്റെ മുമ്പേ മെറൈൻ ലൈൻസ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിനി. പക്ഷേ സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ആഗ്രഹം ഉണ്ടായിനി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം വിടാൻ നോക്കി. കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് നമ്മളവിടെ നിന്ന് എന്നിട്ട് ഞാൻ ചെറുപ്പത്തിൽ പോയതാണേ. അപ്പോൾ നിങ്ങളാരും പറഞ്ഞത് ഇത് ഭയങ്കര അഫോർഡബിളാണ്, വലിയ പൈസയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്യൂ ആണ് ബസ്സിന് പോകുന്നത്. ബസ്സാണെങ്കിൽ ബാക്ക് ടു ബാക്ക് 1 minute പോലും നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ക്യൂ മാത്രമേ പോകണ്ടൂ. അത്രക്കും ബസ് ഇഷ്ടംപോലെ ബാക്ക് ടു ബാക്ക് ബസ്സുണ്ട്. ഒന്ന് പോയാൽ ഒന്ന് ബസ്. ഇതാണ് ബസ് 112 എന്ന് പറഞ്ഞൊരു ബസ്. അപ്പോൾ ഒരാൾക്ക് 20 rupees അങ്ങനെ എന്തോ, ചെറിയ പൈസ, വലിയ പൈസയൊന്നുമില്ല. നല്ല AC ബസ്സാണ്, നല്ല ക്ലീൻ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റ് ബസ് മാത്രം വലിയ ബസ്സാണ്. അപ്പോൾ നമ്മൾ ഫൈനലി അവിടെ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കുറച്ച് നടന്നാൽ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുക്കുക.
20 rupees അത്രയൊന്നും ഇല്ലാന്ന് തോന്നിട്ടോ പെർ ഹെഡ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചർച്ച് ഗേറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഉള്ളോട്ട് പോയ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഉള്ളോട്ട് പോയിട്ട് നേരെ നടന്നാൽ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് സ്ഥലം ഉണ്ടാവും. റൈറ്റ് സൈഡിലേക്ക് നേരെ അവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും സ്ഥലം. നമുക്ക് അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ട് നേരെ നടന്നാൽ ഒരു 5 minutes നടക്കേണ്ട ദൂരമേ ഉള്ളൂ. നടന്നാലും നമുക്ക് അടിപൊളിയായിട്ട് മെറൈൻ ലൈൻസും സൺസെറ്റും എല്ലാം കാണാം. ഭയങ്കര തിരക്കത്. മെയിനായിട്ട് കാണേണ്ടത് ആൾക്കാർ ക്രോസ് ചെയ്യുന്നതാണ്. ഒരു കൂട്ടം അപ്പുറത്തുനിന്ന് ഒരു കൂട്ടം ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. നമ്മൾ മെറൈൻ ലൈൻസിന് ഇതാണ് സംഭവം. മെറൈൻ ലൈൻസ് അവിടെ ഇപ്പുറത്തുനിന്നല്ലോ വലിയ വലിയ ബിൽഡിങ്ങും ഫുൾ പോഷ് ഏരിയ ആയിട്ട് അത് നല്ല അടിപൊളി നല്ല റെസ്റ്റോറൻറ്റ്. പക്ഷേ ഈ ക്ലൗഡ് വന്നുകൊണ്ട് നമുക്ക് ശരിക്കും സൺസെറ്റ് കാണാൻ പറ്റിയിട്ടില്ല. ചെറുങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നല്ല കാറ്റുണ്ടായിനി. ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളവിടെ കുറച്ച് ഇരുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് താഴെ നമ്മൾ കടൽ നടാൻ മറ്റേ സ്ഥലം വെച്ചിട്ടുണ്ടാവില്ലേ, അതിൻ്റെ അകത്ത് കുറേ ഞണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നതായിട്ടില്ല. വീഡിയോ കുഞ്ഞുണ്ടായിരുന്നു, വലിയ ഞണ്ടും ഉണ്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റുന്നതായിട്ടില്ല. കുറേ ഞണ്ടുണ്ടായിനി. ഞണ്ടിനെല്ലാം കണ്ട് നമ്മൾ കുറേ വീഡിയോ ഫോട്ടോയെല്ലാം എടുത്ത് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് लड़ जावे ओ जिसे देखे दिल मेरा पीछे पीछे पड़ जावे दिन में ये तेरे घर कहीं और गुजर ये रातें करना जो तुझी दफा पहली बार कर जावे നമ്മളവിടുന്ന് പോയി. അപ്പോൾ ഫാഷൻ സ്ട്രീറ്റിലേക്കും കാവുകളിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വിടാമെന്നുള്ളൊരു ഇതിലായി. അവിടെ കുറച്ച് നടക്കണം എന്ന് പറഞ്ഞു. കുറച്ച് നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ചർച്ച് ഗേറ്റിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞു. ചർച്ച് ഗേറ്റിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാവുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ചർച്ച് ഗേറ്റിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് പോയി ഒരു സ്ഥലം കണ്ടു. ഭയങ്കര തിരക്ക്. എന്നാന്ന് നോക്കുമ്പോൾ സച്ചു പറഞ്ഞു, എടാ ഇത് നമ്മളെ 3 Idiots'ൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ലേ. നമ്മൾ എന്താണ് സച്ചു സംഭവം ഇത്? അപ്പോൾ അവൻ പറഞ്ഞു നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ നിന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫുൾ ഫേമസ് ആണ്. അരി കൊടുക്ക് എനിക്കത് വന്ന് ഇഷ്ടായി ഞാൻ ടേസ്റ്റ് ഒക്കെ കയറി കൊടുത്താ അനക്ക് കഴിഞ്ഞാ ഇനി വേണ കഴിഞ്ഞ ക്യൂവെല്ലാം കഴിഞ്ഞ് ഇനി വേണ ആർക്കും വേണ്ട. മാംഗോ എടുത്തിരുന്നാ അറിഞ്ഞൂടെ ഞാൻ തരില്ലേ, ഒരു വാക്ക് പറഞ്ഞാ പോരെ. ഇത് നല്ലൊരു സ്ഥലവും നല്ല ഇതായിരുന്നു. വീഡിയോ സൂപ്പർ ഉണ്ട്.
ലാസ്റ്റിതായ അവസ്ഥ. മുന്നേ ആദ്യം പറഞ്ഞു എടുക്കാനേ പാടില്ല. പിന്നെ ബാബുനെ മനസ്സിലായത് നിങ്ങൾ എവിടെ ഉണ്ടെന്ന് മുംബൈ പോയല്ലാതെ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. നമ്മളെ മെറൈൻ ലൈൻസ് നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ വരുമ്പം അവിടെ കാണും. അതിൻ്റെ സ്പെയിൻ എനിക്ക് നല്ല വൃത്തി കാണും. അവിടെ എഴുതിയിട്ട് കാണുന്നില്ല നിങ്ങൾ, അതന്നെ സംഭവം. ഓക്കെ, നമ്മൾ അവിടുന്ന് ഐസ്ക്രീം സാൻഡ്വിച്ച് കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. 50 rupees 1. അപ്പോൾ നമ്മൾ 4 ഫ്ലേവറാണ് വാങ്ങിച്ച്. 2 വാനിലയും പിന്നെ ഒരു റാസ്ബെറി, ഒരു പൈനാപ്പിൾ, അങ്ങനെ എന്തോ സംഭവം. പിന്നെ മാംഗോ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, അങ്ങനെ എന്തെല്ലോ നല്ല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള പൈസ വ്യത്യാസമുണ്ട്. 50 സ്റ്റാർട്ടിങ് ആണ്, പിന്നെ 80 rupees 100 rupees അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ. ഭയങ്കര തിരക്കാമുള്ള തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. പിന്നെ അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ ക്യാഷ് മാത്രം എടുത്തിട്ട് പോവുക. ഓൺലൈൻ പേയ്മെൻറ്റ് അവിടെ ഇല്ല. ഓക്കെ, മെറൈൻ ലൈൻസിന് തൊട്ട് സൈഡിൽ തന്നെയാണ്. കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ അവിടെ നിന്ന് ചർച്ച് ഗേറ്റിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് അവിടെ ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ വാപ്പസ് CST അത് നമ്മൾ ഇറങ്ങിയിട്ടില്ലേ, അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏത് ബസ്സാണ് വേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ബസ്സിലല്ല പോയത്. അപ്പോൾ എനിക്ക് ബസ്സിന് അറിയില്ല ഏത് ബസ്സാണെന്ന് വെച്ചാൽ ആ ബസ് നമുക്ക് പോവാം. 12 rupees 15 rupees അങ്ങനെ എന്തേ ഉള്ളൂ ബസ്സിന്. നമ്മൾ 130 rupees എടുത്തിട്ട് ഒരു ടാക്സി പിടിച്ച് എല്ലാവരും കൂടി, നമ്മൾ 8 ആൾക്കാരുണ്ടല്ലോ, 8 ആൾക്കും കൂടി അവർ 130 rupees എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫൈനലി അവിടെ എത്തി. ഇത് ഭംഗിയാന്ന് നോക്കിയിട്ട് ലൈറ്റിലും വെക്കുമ്പോഴത്തേക്ക് CSTൻ്റെ ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റിൽ കുറേ വലിയ വലിയ ബിൽഡിങ്, അടിപൊളിയില്ല, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടി. യെല്ലോ ആയാലും പിങ്കും റെഡും ഓറഞ്ചും ഇട്ടിട്ട് നല്ല രസമില്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ സെൽഫി പോയിന്റ് എന്ന് പറയാം. CSTൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഒരു ചെറിയൊരു സംഭവം പോലെ സ്കൈവാക്കല്ല, ഒരു എന്താ പറയുക, ഒരു സ്റ്റേജ് മാതിരി കെട്ടിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ നമ്മൾ സെൽഫി പോയിന്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കയറിയ ടാക്സിക്കാരൻ പറഞ്ഞത് അവിടെ അമാൻ വടാപ്പാവ് ഉണ്ട്, പക്ഷെ അത് തുറന്നിട്ടില്ല. നിങ്ങൾക്ക് പിന്നെ അപ്പം നമുക്കൊന്ന് പോകണം, വാപ്പസ് അവിടെ പോയിട്ട് അതൊന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് സെൽഫി പോയിന്റ്, അവർ പറഞ്ഞു ഒരു സെൽഫി പോയിൻ്റാണ് ഇവിടെ, ഫോട്ടോയിൽ എടുത്തിട്ട് പോയിക്കോ. അപ്പം നമ്മൾ ഫൈനലി അവിടെ കയറി കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ, റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ വാപ്പസ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഐസ്ക്രീം കഴിക്കാനൊരു ആഗ്രഹം. നമ്മൾ ഐസ്ക്രീമും കഴിച്ചു. ട്രെയിനിൽ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ടയർഡായിപ്പോയി. രാവിലെ ഇറങ്ങിയതല്ലേ, ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ഞാനും സച്ചുവും മോളിയാൻ്റെയും എല്ലാവരും നല്ല ഉറക്കേനു. നമ്മൾ ഉറങ്ങി. രാത്രി ഒരു 10:30-11 ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി. അവിടുന്ന് ഇവിടെ ഇറങ്ങി, നമ്മൾ വിത്താലവാടിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഓട്ടോ ഓടിച്ചിട്ട് പോയി. നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫുൾ ഇത് കറങ്ങിയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് പൂനെയിലായിരുന്നെങ്കിൽ ഡയറക്റ്റ് പൂനെയിലേക്ക് ട്രെയിൻ വിളിച്ചിട്ട്, അപ്പോൾ രാത്രി 2 മണി വരെ ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് ടു ബാക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ കാര്യത്തിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ട് നമ്മളെ മോളിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ബർത്ത്ഡേ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. കേക്ക് വാങ്ങിച്ചു. ആൻറ്റിൻ്റെ വക പിന്നെ ചൈനീസ് ഫുഡ് ഉണ്ടായിനി, ഗാർലിക് റൈസും ചിക്കൻ ലോലിപോപ്പും അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടാ. അപ്പം നമ്മൾ ഫൈനലി കേക്കെല്ലാം കൊണ്ടുവന്നു. മോളിയാൻ്റെ കേക്കെല്ലാം വാങ്ങിച്ച് കേക്കെല്ലാം കൊണ്ടുവന്നതിന് 59
കത്തി 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 കത്തി. To you, happy birthday to you. അതിന്റെ മുകളിൽ വായിൽ ഫുൾ തേക്ക്. പ്രിയ സുഹൃത്തിക്ക് കൊടുത്തില്ല. സുഹൃത്തിയാ താങ്ക് യു. 1 minute. ആന്റി 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 ഇതാ സ്പ്രേ വരുന്നില്ല. ഒരു വില കൊടുക്കാൻ കുറെ സമയം വിളിക്കുന്നേ. എന്തിനീ താങ്ക് യു. ഗിഫ്റ്റ് അല്ല, ചെറുതായാലും വലുതായാലും ഗിഫ്റ്റ്. പൊട്ടിക്ക പൊട്ടിക്ക്. ഹലോ ഗൈസ്, ഇതാണ് എന്റെ 59ാമത്തെ ബർത്ത്ഡേയിലേക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രവേശിച്ചിരിക്കുന്നു. വെരി ഗുഡ്. ഏവർക്കും എന്റെ കൃത്യമായ ആശംസകൾ. നിങ്ങൾ നേരുന്നില്ലെങ്കിലും ഞാൻ നേർന്നുകൊണ്ടുപോകും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അങ്ങനെ ആൻറ്റിൻ്റെ ബർത്ത്ഡേ നമ്മളവിടുന്ന് സെലിബ്രേറ്റ് ചെയ്ത് Day 1 കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ടേക്ക് കെയർ.